50 വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമീസ് കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. വിവിധതരം ദോശ വെറൈറ്റികൾ, സ്വാദിഷ്ടമായ പലഹാരങ്ങൾ, ഉച്ചയൂണ്, വീട്ടിൽ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ, ഇഡ്ഡലി, ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു. എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമീസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വാമീസ് കിച്ചൺ 4 ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 7356566954. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി എന്ന ആരോപണവുമായി നാട്ടിൻചിറ സ്വദേശി ആലായിക്കൽ അബ്ദുൾ അസീസ് രംഗത്ത്. കരാർ രേഖകളിലൊന്നും സെക്രട്ടറി ഒപ്പിട്ടിട്ടില്ലെന്നും തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയ തനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതായും അബ്ദുൾ അസീസ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആഗസ്റ്റ് സെപ്റ്റംബറിൽ പുനരുദ്ധാരണം നടന്നു. പഞ്ചായത്ത് കെട്ടിടം പുനരുദ്ധാരണം, അതിൽ 3 AC ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ ചോപ്പിച്ചുണ്ട്, കുറേ വർക്കൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകവർഷ റിന്യൂവേഷൻ ഓഫ് പഞ്ചായത്ത് ഓഫീസ് ഏകവർഷ പ്രൊജക്റ്റ് എസ് എന്ന് പറഞ്ഞാൽ സ്പിൽ ഓവർ 253/26. ഇതാണ് അതിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ട്. 253/26 എന്നതിന് ശേഷം പഞ്ചായത്ത് 30/4/25 സെക്രട്ടറി, മാനേജർ, ആഡ്കോ മലപ്പുറം, അങ്ങനെ ഒരു കമ്പനിക്കാണ് ഇത് വർക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സെക്രട്ടറി നിർവഹണം നടത്തുന്ന പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നവീകരണം എന്ന പ്രവൃത്തിക്ക് തനതു ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സൂചന 2 പ്രകാരം 49,92,890 രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് നൽകിയിട്ടുണ്ട്. സൂചന 3 ഭരണ സമിതി യോഗം എസ്റ്റിമേറ്റ് അംഗീകരിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ പ്രവൃത്തി ഉടൻ ആരംഭിക്കേണ്ടതും TS ലഭ്യമാക്കി ഈ കാര്യാലയത്തിൽ സമർപ്പിക്കേണ്ടതും 2025 ഓഗസ്റ്റ് 30-നകം പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനുള്ള വർക്ക് ഓർഡർ ഇതിനാൽ നൽകുന്നു. പ്രവൃത്തി തൃപ്തികരമായി പൂർത്തീകരിച്ച ബിൽ ലഭ്യമാകുന്ന മുറയ്ക്ക് തുക അനുവദിക്കുന്നതാണ്. വിശ്വസ്തയുടെ സെക്രട്ടറി, ചേലക്കര പഞ്ചായത്ത്. അതിൽ SD ബാർ നിട്ടുണ്ട്. അതിൻ്റെ അവിടെ സെക്രട്ടറി ഒപ്പിടേണ്ടതാണ്, ഒപ്പിട്ടിട്ടില്ല. ഒരു ഒപ്പിടാത്ത ഈ രേഖയ്ക്ക് എന്താ വിലയുള്ളത്? അത് കഴിഞ്ഞതിന് ശേഷം ആഡ്കോ കമ്പനി ഒരു എഗ്രിമെൻ്റാണ് ഇത്. എഗ്രിമെൻ്റാണ് ആഡ്കോ കമ്പനിയും പഞ്ചായത്തും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൽ ആഡ്കോ കമ്പനിയുടെ മാനേജർ സൈൻ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഒപ്പും സീലും ഇല്ല. ഒരു എഗ്രിമെൻറ്റ് ഒരു പാർട്ടിയായിട്ട് എങ്ങനെ എഗ്രിമെൻറ്റ് വരിക? ഇത് ഈ കരാറിൻ്റെ ആക്ട് പ്രകാരം ഇത് 1-ാം പാർട്ടിയും 2-ാം പാർട്ടിയും ഒപ്പിടണം. അപ്പോൾ ഇതെല്ലാം കൃത്രിമമാണ്, എല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ ഇത് ഈ 49,92,890 പ്രൊജക്റ്റ് റിപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ആ പ്രൊജക്റ്റ് റിപ്പോർട്ടിലും ഇതേപോലെ ഈ ഫൈനലൈസ്ഡ് മനു ഭാസ്കർ, അസിസ്റ്റൻറ്റ് മാനേജർ ടെക്നിക്കൽ, ഈ കമ്പനിയുടെ ഹഡ്കോൻ്റെ മാനേജറാണ്. അവർ അവിടെ ഒപ്പിടാനുള്ള ഒപ്പിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു ഒപ്പും സീലും ഇല്ലാത്ത, ഒരു കമ്പനിയുടെ ഒപ്പും സീലില്ലാത്ത ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ്, ഈ എസ്റ്റിമേറ്റ് 100% കളവാണ്. എൻ്റെ വിശ്വാസം ഇത് 49 ലക്ഷത്തി അല്ലെങ്കിൽ 50 ലക്ഷത്തിൻ്റെ അടുത്തുള്ള വർക്ക് ഒരു 20-25 ലക്ഷത്തിന് ചെയ്തിട്ടുണ്ടാവും. ഇത് കളവായിട്ടുള്ള രേഖ എനിക്ക് തന്നിട്ടുള്ളതാണ്. ഇത് കണക്ക് ഇരട്ടിച്ച് തന്നിട്ടുള്ളതാണെന്ന് ഞാൻ അനുമാനിക്കുന്നത്. കാരണം ശരിയായ കണക്കാണെങ്കിൽ അതിൽ ഒപ്പും സീലും വേണം. ഇത് യാതൊരു രേഖകളിലും യാതൊരു ഒപ്പും സീലും ഇല്ല. പഞ്ചായത്ത് ഇത് എന്തായി കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയില്ല. ഇത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഇഷ്ടത്തിന്, സെക്രട്ടറി ധാർഷ്ട്യത്തോടുമാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. കാരണം ഒരു സെക്രട്ടറിയുടെ പദവി ദുരുപയോഗം ചെയ്യുക. ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റോ ഇതിലൊന്നും യാതൊരു ഒപ്പും സീലില്ലാതെ സെക്രട്ടറിയുടെയും പഞ്ചായത്തിൻ്റെയും സ്വയം ഇഷ്ടപ്രകാരം എല്ലാം വർക്ക് നടത്തുന്നു. ഞാൻ ഈ അഴിമതിക്കെതിരെ പോരാടുന്നതുകൊണ്ട് ഇപ്പോൾ സെക്രട്ടറി എനിക്ക് 10 ലക്ഷത്തിൻ്റെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് സെക്രട്ടറി മഹേഷ് വക്കീലിനെ കൊണ്ട്, വടക്കാഞ്ചേരിയിലെ മഹേഷ് വക്കീലിനെ കൊണ്ട് 10 ലക്ഷത്തിൻ്റെ നഷ്ടപരിഹാരം. ഇതിന് മുന്നേ റൈറ്റ് വിഷൻ വാർത്ത വിട്ടുണ്ടായിരുന്നു.
ഈ സെക്രട്ടറി രേഖകൾ തിരുത്തുകയാണെന്നും രേഖകൾ തിരുത്താൻ ഭയങ്കര മിടുക്കിയാണെന്നുള്ളത് ഞാൻ വാർത്ത വിട്ടുണ്ടായിരുന്നു. അത് 100% ശരിയാണ്. ഞാൻ രേഖകൾ പ്രകാരമാണ്, എൻ്റെ എല്ലാ കയ്യിലുള്ള രേഖകൾ പ്രകാരമാണ് ഞാനത് ഇത് ചെയ്ത്. ഞാനതിന് വക്കീൽ മറുപടി വിട്ടിട്ടുണ്ട്. വക്കീൽ മഹേഷ് വക്കീലിന് എതിരെ ഞാൻ ബാർ അസോസിയേഷനിൽ വടക്കാഞ്ചേരി ബാർ അസോസിയേഷനിൽ പരാതി നൽകിയിട്ടുമുണ്ട്. ഇത് ഈ സെക്രട്ടറിക്കെതിരെ രേഖകൾ തിരുത്തിയതിന് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ CMP 450/25 കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. അത് ഈ വക്കീലിനൊക്കെ അറിയാവുന്നതാണ്, ഈ സെക്രട്ടറിക്ക് അറിയാവുന്നതാണ്. എന്നിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഈ വക്കീൽ നോട്ടീസ് കൈ കെട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഫയലൊക്കെ കെട്ടിപ്പൂട്ടി ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് മിണ്ടാതെ അവർ പറയും പോലെ കേട്ട് അനുസരിച്ച് ജീവിക്കുന്ന അവർ കണക്കിൽ അത് അവർക്ക് തെറ്റിപ്പോയി. 22 വാർഡ് മെമ്പർമാരും ഒത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് സെക്രട്ടറി എല്ലാം ഒത്തിട്ടാണ് ഈ അംഗങ്ങളെല്ലാം ചെയ്യുന്നതും. അതിനെതിരെ ഞാൻ പോരാടിക്കൊണ്ടേയിരിക്കും. ഈ 50 ലക്ഷത്തിൻ്റെ വർക്കിൽ എനിക്ക് 49 ലക്ഷത്തിൻ്റെ ചില്ലറയും കണക്ക് തന്നതിന് യാതൊരു ഒപ്പും സീലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മുഴുവൻ കളവാണ്, തെറ്റാണ്. അത് ഏകദേശം ഒരു 20-25 ലക്ഷത്തിൻ്റെ വർക്കേ നടന്നിട്ടുണ്ടാവുള്ളൂ. അതിനുള്ള രേഖകളും കാര്യങ്ങളൊക്കെ മറ്റപ്പുറത്ത് വേറെ ഉണ്ടാവും. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.